യദുവിന് നിയമസഭയിൽ നിയമനം. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 കൊല്ലം മുമ്പ് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം മൂലം ജോലി നഷ്ടപ്പെട്ട ആ യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറുടെ ഒരു ജോലി നൽകിയിരിക്കുകയാണ് UDF സർക്കാർ. കഴിഞ്ഞ ദിവസം UDF സർക്കാർ അപ്രകാരം ഒരു തീരുമാനമെടുത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നിയമസഭയിൽ ഇപ്പോൾ വന്ന ഒരു താൽക്കാലിക ഡ്രൈവറുടെ ചുമതലയിലേക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ജോലി ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 കൊല്ലം KSRTCയിലെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പല തൊഴിലുകൾ തേടി ഉപജീവനം നടത്തുവാൻ ശ്രമിച്ച യദുവിനെ ഇവർ പിന്തുടർന്ന് വേട്ടയാടുകയായിരുന്നു. യദുവിനിപ്പോൾ താൽക്കാലിക ജോലി ലഭിച്ചു എന്ന ഒരു ആശ്വാസം വരുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യദു PSC ടെസ്റ്റ് എഴുതി KSRTC ഡ്രൈവർ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ്. അതിന്റെ റാങ്ക് ലിസ്റ്റിലുമുണ്ട്. അപ്രകാരം PSC നിയമനം ലഭിച്ചാൽ അദ്ദേഹത്തിന് KSRTCയിൽ ഒരു സ്ഥിര ജോലി തന്നെ ലഭിക്കും. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ യദുവിന് നിയമസഭയിൽ ഒരു താൽക്കാലിക ഡ്രൈവറായി എങ്കിലും ജോലി നൽകിയത് വളരെ നന്നായി. കാരണം അത് വലിയൊരു സന്ദേശമാണ്. 2024 ഏപ്രിൽ 27-ാം തീയതി തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന്റെ മുമ്പിൽ വെച്ചുള്ള ആ റോഡിൽ കാറ് കുറുകയിട്ട് യദുവുമായി ഉണ്ടായ ആ വാക്കറ്റം ആരും മറന്നിരിക്കുവാനിടയില്ല. തന്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി എന്ന് കാണിച്ച് യദു നൽകിയ പരാതി ആദ്യമേ പോലീസ് സ്വീകരിച്ചില്ല. എന്നാൽ യദുവിനെതിരെ പരാതി സ്വീകരിക്കുകയും യദുവിന്റെ ആ താൽക്കാലിക ജോലി നഷ്ടപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. പിന്നീട് യദുവിന്റെ പരാതിയെ തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നെ നാടകീയമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ആ കേസിലെ ഏറ്റവും സുപ്രധാന തെളിവായ CCTVയുടെ മെമ്മറി കാർഡ് മോഷണം പോയി. യാതൊരു തെളിവുകളും അവശേഷിപ്പിച്ചില്ല. അങ്ങനെ പോലീസ് തന്നെ ഈ കേസ് അട്ടിമറിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. എങ്കിലും യദുവിന്റെ പരാതിയെ തുടർന്ന് കോടതി അത് പരിഗണനയ്ക്കെടുക്കുകയും ആ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു താൽക്കാലിക ഡ്രൈവറായ യദുവിനെതിരെ ഉണ്ടായ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം കൊണ്ട് ചില്ലറയൊന്നുമല്ല CPMന് ബുദ്ധിമുട്ടുണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവിനും പറയുവാനൊരു അഡ്രസ്സ് പോലും ഇല്ലാത്ത അവസ്ഥയായി. സച്ചിൻ ദേവ് ദയനീയമായി പരാജയപ്പെട്ടു. മേയർ ആര്യ രാജേന്ദ്രനാകട്ടെ മത്സരിക്കുവാൻ ഒരു സീറ്റ് പോലും ലഭിക്കാതെ ഇപ്പോൾ വീട്ടിലിരിപ്പാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇവരെ ഒരൊറ്റ പൊതുപരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കരുത് എന്ന പാർട്ടിയിൽ കർശന നിർദ്ദേശമുണ്ടായി. കാരണം അത്രത്തോളം പൊതുജനങ്ങൾ ഇവരെ വെറുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഇതാ ആ 2 വർഷത്തിന് ശേഷം യദുവിന് നീതി ലഭിച്ചു തുടങ്ങുകയാണ്. യദുവിന് ഒരു താൽക്കാലിക ജോലിയാണെങ്കിലും ഇപ്പോൾ ലഭിക്കുകയാണ്. അദ്ദേഹത്തിന് PSC ജോലി ലഭിച്ചു കഴിയുമ്പോൾ ഒരു KSRTCയിലെ ഒരു ജീവനക്കാരൻ എന്നുള്ള ഒരു അഡ്രസ്സെങ്കിലും അവർക്കുണ്ടാവും. എന്നാൽ ഇത്രയും വിലത്തരങ്ങൾ കാണിച്ച, ഇത്രയും അഹങ്കാരം കാണിച്ച മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവിനും ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിനെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് വിളിക്കേണ്ടുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികളെ വൈകാരികമായി ഏറെ സ്വാധീനിച്ച ഒരു വിഷയമായിരുന്നു ഈ യദു കേസ്. ഇപ്പോൾ ഈ യദു വിഷയത്തിൽ ഇപ്പോൾ ഇപ്രകാരം ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലായിരുന്ന പ്രദീപിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച ആ വിവാദം ആളിക്കത്തുന്ന സമയത്ത് ഈ വിഷയത്തിന് ഒരു പരിധിവരെ അതിന് തടയിടാൻ പറ്റും എന്ന ഒരു ധാരണയിലായിരിക്കാം യദുവിന്റെ ഈ വിഷയം ഇപ്പോൾ അവർ ഇപ്രകാരം ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യദുവിനെ ഒരു താൽക്കാലിക നിയമനമെങ്കിലും കൊടുക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ സന്തോഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.